അപ്പോൾ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയൊരു ട്രാവലിംഗ് വ്ളോഗാണ്. ട്രാവലിംഗ് വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൂർ അടിക്കലൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പോകുന്നത് നാട്ടിലേക്കാണ് കേട്ടോ, നീലേശ്വരം, കാസർഗോഡ്. അപ്പോൾ എക്സാം ഉണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടാണ് ഈ യാത്ര. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ ഈ ശനിയാഴ്ചയാണ് നമ്മൾ, അതായത് പിന്നെ എന്താ പറയുക, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ലേറ്റ് ആയിട്ടായിരിക്കും ഈ വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഒന്ന് അമ്പലത്തിലൊക്കെ കയറിയിട്ട് എക്സാമിന് പോകാമെന്ന് കരുതി നമ്മൾ നേരെ ഇറങ്ങിയത് തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ്. പക്ഷേ അമ്പലത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ ചെറിയൊരു ചമ്മലുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ ഉള്ളതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാനും പറ്റില്ല. അപ്പം ഞാൻ ഏതായാലും അതിൻ്റെ ആ ഒരു എൻട്രി ആ ഭാഗത്തു നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഈ അമ്പലത്തിൽ വന്നതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗ് എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ അമ്പലത്തിൽ നമ്മളൊന്ന് കയറി പിന്നെ പുറത്തിറങ്ങിയതിന് ശേഷമുള്ള കുറച്ച് ഈ സ്പോട്ടിലെല്ലാം വെച്ച് നമുക്ക് ആവശ്യത്തിന് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുക്കാം. പക്ഷേ നമ്മുടെ ശ്രീകോവിലിനകത്തേക്ക് പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകൾക്കും പ്രവേശനമില്ല കേട്ടോ. ശ്രീകോവിലിൻ്റെ ആ ഒരു പുറത്തു നിന്ന് തൊഴാമെന്നല്ലാണ്ട് ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അതാണ് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ തൊഴുതിങ്ങ് ഇറങ്ങി. എക്സാമിന് ടൈം ഉച്ചക്കായതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തന്നെ നമ്മളൊന്നിവിടെ സ്റ്റക്കായിപ്പോയി ഗൈസ്. അപ്പം എന്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല തകർത്ത് പെയ്ത മഴ. അപ്പം ഞാനിപ്പോൾ കാറിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. 1:30 എക്സാം. അപ്പോൾ അതുവരെ സമയം നോക്കണം, കുറച്ച് സമയം എന്തെങ്കിലും. അപ്പോൾ ഏട്ടൻ കാശിനെയും കൊണ്ട് മുടി മുറിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം കേട്ടോ വീട്ടിലേക്ക് വരുന്നത്. പരീക്ഷ എന്താവുമെന്ന് ദൈവത്തിനറിയാം. പിന്നെ അങ്ങനെ കൂടുതൽ പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല. കൂടുതൽ പ്രിപ്പയർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. ചിലപ്പോൾ ഒന്നും പഠിക്കാത്ത ദിവസം വന്നിട്ട് എഴുതി കഴിഞ്ഞാൽ നല്ല മാർക്കെല്ലാം ഉണ്ടാവും. അപ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ എക്സാം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് തന്നെ ഏട്ടൻ എന്നെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ച സ്കൂളായതുകൊണ്ട് തന്നെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് ഒരു 5 മിനിറ്റേ ഉള്ളൂ കേട്ടോ സ്കൂളിലേക്ക്. അതുകൊണ്ട് തന്നെ മക്കളെ വീട്ടിൽ തന്നെ ആക്കിയതിന് ശേഷമാണ് വൈകുന്നേരം 3:30 സ്കൂൾ വിടുമ്പോൾ കൂട്ടാൻ വരുന്ന പോലെ എക്സാം 3:30 കഴിഞ്ഞു. അപ്പോഴത്തേക്കും ആൾ വന്ന് കൂട്ടിച്ചേറി. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടി വീട്ടിലേക്ക് പോകുന്ന പിന്നെ വഴിയാണ്. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ കുറച്ച് മേലെയുള്ള റോഡാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് അടുത്താണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 8ാം ക്ലാസ് മുതൽ നമ്മുടെ +2 വരെ പഠിച്ച സ്കൂളാണ്. നമ്മളെ വീടിൻ്റെ കുറച്ച് അടുത്ത് തന്നെയുള്ള ഒരു ഫ്രൂട്ട്സ് കടയാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സും കൂടി വാങ്ങി വീട്ടിലേക്ക്. ബേക്കറീസ് ഒന്നും വാങ്ങിയിട്ടില്ല, കാരണം അത് പിള്ളേർക്ക് അത്ര നല്ലതല്ല എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു ഫ്രൂട്ട്സ് വാങ്ങിയാൽ മതി പറഞ്ഞിട്ട് കുറച്ച് ഫ്രൂട്ട്സും വാങ്ങി നമ്മളിങ്ങനെ എത്തി നമ്മളെ വീടിൻ്റെ മുകൾ ഭാഗത്തുള്ള ഗ്രൗണ്ടാണ്. അപ്പം ഞാനിവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ അമ്മമ്മയും 2 കൊച്ചുമക്കളും കൂടി ഇവിടെ തകർത്ത് കളിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവരുടെ കളിക്കുന്ന സ്പോട്ട് മെയിനായിട്ട്. അപ്പോൾ ഒരാൾ ചെറിയ ആൾ മണപ്പിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ എന്തോ ഉണ്ട് എന്നുള്ള ആ ഒരു പാക്കറ്റ് കാണുമ്പോൾ തന്നെ ബാക്കിലേ കൂടി മണപ്പിച്ചങ്ങ് പോകുന്നുണ്ട്. അപ്പം അമ്മ ഇവിടെ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വന്നു കഴിയുമ്പോഴത്തേക്ക് നല്ലോണം ടയേർഡായി. ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതായിരുന്നു. പിന്നെ ഉച്ചക്ക് എക്സാമിൻ്റെ ടൈമിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും എഴുതാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഫുള്ള് എംപ്റ്റി സ്റ്റൊമക്കിൽ വെള്ളം മാത്രം കുടിച്ചിട്ടാണ് കേട്ടോ എക്സാം എഴുതിയത്. വന്നതിന് ശേഷം അമ്മ ചായയൊക്കെ വെച്ചെന്ന് പിന്നെ നമ്മളിരുന്ന് വർത്താനം പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ച് രാത്രി ഫുഡ് ഉണ്ടാക്കുന്ന വ്ളോഗെല്ലാം എടുക്കണം എന്നുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു. അച്ഛൻ പറഞ്ഞു മോളെ നെയ്പ്പത്തലാക്കണം, ചിക്കൻ കറിയും നെയ്പ്പത്തലും വേണമെന്നെല്ലാം പറഞ്ഞ് ഞാൻ അതെല്ലാം ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. പിന്നെ വന്നതിന് ശേഷമുള്ള ആ ഒരു കുറച്ച് ഭാഗം മാത്രം ഞാൻ എടുത്തു. ബാക്കി ഫുള്ള് ഞാൻ സ്കിപ്പ് ചെയ്തു. കാരണം എടുക്കാൻ ഉള്ള ആ ഒരു ഇതിൽ മറന്നുപോയി. പിന്നെ ശേഷം രാവിലെയാണ് കേട്ടോ ഇതപ്പം നമ്മൾ രാവിലെ കുറച്ചൊരു ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ നിന്നിട്ടില്ല. ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മൾ നേരെ തിരിച്ച് വന്നിന്. കാരണം വീട്ടിൽ എത്തുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആവും. അതുകൊണ്ട് തന്നെ കുറച്ച് ദൂരത്തെ ട്രാവൽ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒരു 12 മണി ആവുന്നതിലിടയ്ക്ക് തന്നെ അവിടെ നിന്ന് നമ്മൾ പുറപ്പെട്ടു. പിന്നെ വന്ന് കയറ്റി അമ്മേനെയും കൂടെ പിക്ക് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്ര മാത്രമേ ഉള്ളൂ. താങ്ക്